ഹലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് എന്താണെന്ന് പഠിച്ചു. അതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിലെ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സിൽ വരുന്ന ബേസിക് ആഡേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ബേസിക് ആഡേഴ്സിനെ മെയിൻലി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഹാഫ് ആഡർ ആൻഡ് ഫുൾ ആഡർ. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഹാഫ് ആഡർ എന്താണെന്നും അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് വരുന്നതെന്നും വർക്കിംഗ് എങ്ങനെയാണെന്നുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So half adder. A half adder is the simplest type of adder. It adds two single binary digits A and B and produces two output, sum and a carry out. ഹാഫ് ആഡർ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾസ്റ്റ് ടൈപ്പ് ഓഫ് ആഡർ ആണ്. സോ അതിൽ 2 ഇൻപുട്ട് ബിറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്, എ ബി. അതുപോലെ 2 ഔട്ട്പുട്ട്സ് ബിറ്റ് വരുന്നുണ്ട്, സം ആൻഡ് ക്യാരി ഔട്ട്. ഇനി ഹാഫ് ആഡറിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് നോക്കാം. ഇതാണ് ഹാഫ് ആഡറിൻ്റെ ട്രൂത്ത് ടേബിൾ. സോ എ ബി എന്ന് പറയുന്ന ഇൻപുട്ടാണ് 0 0 0 1 1 0 1 1. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബൈനറി നമ്പേഴ്സിൻ്റെ അഡീഷനാണ് എസ്. സോ 0 0 0 0 1 1 1 പ്ലസ് 0 1 1 പ്ലസ് 1 0 വിത്ത് എ ക്യാരി 1. സോ ഇതാണ് നമ്മുടെ സം ബിറ്റ് എന്ന് പറയുന്നത്, ഇതാണ് ക്യാരി ബിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ സം ബിറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 0 1 1 0 എന്നതാണ് നമുക്കിവിടെ കിട്ടിയ ഔട്ട്പുട്ട്. അതായത് നമ്മുടെ എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഇത് സിമിലർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, എസ് ഈക്വൽ ടു എ എക്സോർ ബി എന്ന് എഴുതാം. അതുപോലെ ക്യാരി ബിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം 0 0 0 1 നമ്മുടെ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിന് സിമിലർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് സി ഈക്വൽ ടു എ ഡോട്ട് ബി എന്ന് എഴുതാം. സി ഔട്ട് ഈക്വൽ ടു എ ഡോട്ട് ബി. ഇനി എന്താണ് ഒരു എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് അല്ലെങ്കിൽ എക്സോർ ഗേറ്റ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഇതാണ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് ആൻഡ് 2 ഇൻവെർട്ടർ ഗേറ്റ്സ്. സോ ഇതാണ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൻ്റെ ലോജിക് ഡയഗ്രാം. ഈ ഒരു സിമ്പിളാണ് നമ്മൾ എക്സോർ ഗേറ്റ് ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എക്സ്പ്രഷൻ എക്സ് ഈക്വൽ ടു എ ബി ബാർ പ്ലസ് എ ബാർ ബി. സോ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരുന്നത്, 0 1 1 0. അതായത് എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഹാഫ് ആഡറിൻ്റെ സം ബിറ്റ്സിൻ്റെ ഔട്ട്പുട്ടും സിമിലർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ എ ബി ബാർ പ്ലസ് എ ബാർ ബിയെ നമുക്ക് എന്ത് എഴുതാം, എക്സ് ഈക്വൽ ടു എ എക്സ് ഓർ ബി. സോ ഇത് തന്നെയാണ് നമ്മൾ ഹാഫ് ആഡറിൽ എഴുതിയിരിക്കുന്നത്, എസ് ഈക്വൽ ടു എ എക്സ് ഓർ ബി. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താണ് ലോജിക് ഡയഗ്രാം, അത് ഹാഫ് ആഡറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം അഥവാ ലോജിക് ഡയഗ്രാം കൂടി നമുക്ക് പരിചയപ്പെടാം. ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഹാഫ് ആഡറിന് എഴുതുക, 2 ഇൻപുട്ട് ബിറ്റ് വരുന്നുണ്ട് എ ബി. അതുപോലെ ഔട്ട്പുട്ട് ബിറ്റ് എന്ന് പറയുന്നത് സം ആൻഡ് ക്യാരി ബിറ്റാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എക്സാമിന് എഴുതുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് എ ബി ഇൻപുട്ടാണ്, എസ് ഈക്വൽ ടു സം, സി ഈക്വൽ ടു ക്യാരി എന്ന് കൂടി എഴുതുക. ഇനി ഇതിൻ്റെ ലോജിക് സർക്യൂട്ട് ഇങ്ങനെയാണ് വരുന്നത്. നമുക്കറിയാം എ ബി ഇൻപുട്ടാണ് എക്സോറിലേക്ക് കൊടുക്കുന്നത്. സം ബിറ്റ് എന്ന് പറയുന്നത് എന്താ, എ എക്സോർ ബി ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ ഒരു എക്സോർ ഗേറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ എ ബി എക്സോർ ഗേറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ, സം ബിറ്റാണ് എ എക്സോർ ബി. അതുപോലെ ക്യാരി ബിറ്റ് എന്താ, എ ഡോട്ട് ബി ആണ് ക്യാരി ബിറ്റ് വരുന്നത്. അതായത് ആൻഡ് ഗേറ്റിലേക്കാണ് എ ആൻഡ് ബി കൊടുക്കേണ്ടത്. സോ എ ബി ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുന്നു. സോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ, എ ഡോട്ട് ബി. അപ്പോൾ ഹാഫ് ആഡർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ഫുൾ ആഡർ എന്താണെന്ന് പഠിക്കും.